ഗുഡ് മോർണിംഗ്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നിന്ന് എങ്ങനെയാണ് ഡിമാൻഡ് ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അവിടെ എന്താണ് ഡിമാൻഡ് എന്നും ഡിമാൻഡ് ഫംഗ്ഷൻ എന്നും വിശദമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഡിമാൻഡിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ടോപ്പിക് ചേഞ്ചസ് ഇൻ ഡിമാൻഡാണ്. ഇപ്പോൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് അറിയണമെങ്കിൽ അവിടെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയെന്ന് അറിയണം. അതായത് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആസ് പെർ ട്രഡീഷണൽ തിയറി ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ 4 ഫാക്ടേഴ്സ്. ഏതൊക്കെയായിരുന്നു അത്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇനി ഈ 4 ഫാക്ടേഴ്സ് കൂടാതെ നമുക്ക് പോപ്പുലേഷനും ക്ലൈമറ്റും ഒക്കെ പറയാം. ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു വസ്തുവിൻ്റെ വില, മറ്റൊന്ന് ഉപഭോക്താവിൻ്റെ വരുമാനം, പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മറ്റു വസ്തുക്കളുടെ വില, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു വസ്തുക്കളുടെ വില, പിന്നെയുള്ളത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അതായത് ഒരു കൺസ്യൂമറിൻ്റെ അഭിരുചി. ഇത് കൂടാതെ കാലാവസ്ഥയും ജനസംഖ്യയും ഒക്കെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡിറ്റർമിനൻസ് ആണ്, അതായത് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഡിമാൻഡിലും മാറ്റം വരുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, അതായത് ഒരു വസ്തുവിൻ്റെ വില എങ്ങനെയാണ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? There is an inverse relationship between price of the commodity and demand. അതായത് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഒരു വസ്തുവിൻ്റെ വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം നെഗറ്റീവാണ്. ഒരു വസ്തുവിന് വില കൂടിയാൽ ഡിമാൻഡ് തീർച്ചയായും കുറയും. അതായത് നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ അപ്പോൾ വാങ്ങുകയുള്ളൂ. ഇനി വില കുറഞ്ഞാലോ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങും. അതുകൊണ്ടാണ് ഒരു വസ്തുവിൻ്റെ വിലയും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ നെഗറ്റീവാണ് എന്ന് നമ്മൾ പറഞ്ഞത്. തീർച്ചയായും ഡിമാൻഡിനെ നിർണ്ണയിക്കുന്നതിൽ അല്ലെങ്കിൽ ഡിമാൻഡിൽ മാറ്റം വരുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫാക്ടറാണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഇൻകം ഓഫ് ദ കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനം. ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗുഡ്സ്. വരുമാനവും ഡിമാൻഡും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ വസ്തുക്കളെ രണ്ടായിട്ട് തരംതിരിക്കാം. നോർമൽ ഗുഡ്സ് എന്നും ഇൻഫീരിയർ ഗുഡ്സ് എന്നും. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം, ഗുഡ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2, നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. എന്താണ് നോർമൽ ഗുഡ്സ്? ഉപഭോക്താവിൻ്റെ വരുമാനവും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെ എല്ലാം നമുക്ക് നോർമൽ ഗുഡ്സ് എന്ന് പറയാം. അതായത് കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനം കൂടിയാൽ നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡും കൂടും. വരുമാനം കുറഞ്ഞാൽ നോർമൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയും. ഒരു എക്സാമ്പിൾ പറയാമോ? TV, കമ്പ്യൂട്ടർ, ഇതൊക്കെ നമുക്ക് നോർമൽ ഗുഡ്സ് ആയിട്ട് പറയാം. എന്താ കാരണം? നമ്മുടെ കയ്യിൽ വരുമാനമുള്ളപ്പോഴാണ് ഇതൊക്കെ നമ്മൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. വരുമാനം ഇല്ല എങ്കിൽ നമ്മളിതൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് നോർമൽ ഗുഡ്സ് എന്ന് പറയാം. ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സ് ഇൻകം ആൻഡ് ഡിമാൻഡ് ഫോർ നോർമൽ ഗുഡ്സ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അടുത്തത് ഇൻഫീരിയർ ഗുഡ്സ്. ഉപഭോക്താവിൻ്റെ വരുമാനവും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ നെഗറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ വിപരീതമാണെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഉപഭോക്താവിൻ്റെ വരുമാനം കൂടിയാൽ സാധനത്തിൻ്റെ ഡിമാൻഡ് കുറയും, വരുമാനം കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. അതുകൊണ്ട് നമുക്ക് പറയാം ദർ ഈസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, മറ്റ് സാധനങ്ങളുടെ വില എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് ഈ വസ്തുക്കളെ രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ഓൺ ദ ബേസിസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ്സ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്, ഗുഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്നും എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ഉപഭോക്താവിന് തൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഒന്നിനു പകരമായി ഉപയോഗിക്കാൻ പറ്റുന്നതും തുല്യ സംതൃപ്തി നൽകുന്നതുമായ വസ്തുക്കളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. വളരെ ലളിതവും
നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതുമായ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ടീ ആൻഡ് കോഫി, ചായയും കാപ്പിയും. ഒന്നിൻ്റെ ഡിമാൻഡ്, അതായത് ചായയ്ക്ക് വില കൂടിയാൽ, ചായപ്പൊടിക്ക് വില കൂടിയാൽ പെട്ടെന്ന് കാപ്പിയുടെ ഡിമാൻഡ് കൂടും. കാരണം നമ്മൾ അതിന് പകരമായി ഏതുപയോഗിക്കും? കാപ്പി ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് തുല്യ സംതൃപ്തി കിട്ടുകയും ചെയ്യും, ഒന്നിന് പകരമായി ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം? ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്? ഒരു ഉപഭോക്താവിന് തൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഒരേ സമയം ഒന്നിലധികം വസ്തുക്കൾ ആവശ്യമായി വന്നാൽ അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സ് ആർ കൺസ്യൂം ടുഗദർ. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, പെൻ ആൻഡ് ഇങ്ക് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ? അതുപോലെ നമ്മൾ കാർ ആൻഡ് പെട്രോൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഹാൻഡ്സെറ്റ് ആൻഡ് ഫോൺ കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ശരിക്കും നമുക്കൊരു ഹാൻഡ്സെറ്റ് മാത്രം കിട്ടിയത് കൊണ്ട് നമുക്ക് അത് ഉപയോഗിച്ച് നമുക്കൊരു തൃപ്തി അല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നമുക്കതിനകത്ത് എന്ത് വേണം? സിം വേണം, അല്ലെങ്കിൽ ഫോൺ കണക്ഷൻ വേണം അല്ലേ? അതുപോലെ തന്നെ കാറ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്കവിടെ എന്തും വേണം? പെട്രോളും വേണം. അപ്പം അങ്ങനെയുള്ള വസ്തുക്കളെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനിയും ഇവിടുത്തെ റിലേഷൻ എങ്ങനെ വരും? ഇവിടെ ഡിമാൻഡുമായുള്ള റിലേഷൻ നമുക്ക് എങ്ങനെ പറയാം? പ്രൈസ് ഓഫ് ദ കോംപ്ലിമെൻ്ററി ഗുഡ് ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ് മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അടുത്തത് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടറാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഒരു ഉപഭോക്താവിൻ്റെ അഭിരുചി ഡിമാൻഡ് നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ടേസ്റ്റ് കൂടിയാൽ നമുക്ക് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള വസ്തുക്കളായിരിക്കും. അപ്പോൾ ടേസ്റ്റ് കൂടിയാൽ തീർച്ചയായും ഡിമാൻഡ് കൂടും, ടേസ്റ്റ് കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും. ഇവിടെ നമ്മൾ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഏതെങ്കിലും ഒരു വസ്തുവിനോടുള്ള നമ്മളുടെ അഭിരുചിയാണ് നമ്മൾ ടേസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എല്ലാ ഫാക്ടേഴ്സും ഇവിടെ ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈസ് ഫാക്ടർ എന്നും നോൺ പ്രൈസ് ഫാക്ടർ എന്നും. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി പ്രൈസ് ഫാക്ടർ എന്നും മറ്റുള്ള ഫാക്ടേഴ്സിനെ എല്ലാം നമുക്ക് നോൺ പ്രൈസ് ഫാക്ടേഴ്സ് എന്നും പറയാം. ബാക്കി എല്ലാം കൂടെ നമുക്ക് നോൺ പ്രൈസ് ഫാക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ പ്രധാനമായും ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രൈസ് ഫാക്ടർ ആൻഡ് നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആണ്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഒക്കേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഫാക്ടർ ആൻഡ് നോൺ പ്രൈസ് ഫാക്ടർ. പ്രൈസ് ഫാക്ടറിൽ ചേഞ്ച് വന്നാലും നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ ചേഞ്ചസ് വന്നാലും അതേതിനെ അഫക്റ്റ് ചെയ്യും? ഡിമാൻഡിൻ്റെ ചേഞ്ചസിന് കാരണമാകും. ഇനി പ്രൈസ് ഫാക്ടറിലെ ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ അത് ഇൻക്രീസ് ചെയ്യാം, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആണ് പ്രൈസ് ഫാക്ടർ എന്ന് പറയുന്നത്. അവിടെ പ്രൈസ് എന്ത് ചെയ്യാം? ഒരു വസ്തുവിൻ്റെ വില കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പോൾ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. എന്ത് ചേഞ്ച് അവിടെ വന്നാലും, വിലയിൽ എന്ത് മാറ്റം വന്നാലും അതെല്ലാം ഡിമാൻഡിലും മാറ്റം വരുത്തും. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ക്യാൻ ബി generally divided into two: movement along the same demand curve and shift in demand. രണ്ട് രീതിയിലാണ് ഡിമാൻഡ് കർവിൻ്റെ ചേഞ്ചസ് പറയുന്നത്. ഒന്ന്, ഡിമാൻഡ് കർവിൽ തന്നെയുള്ള മൂവ്മെൻറ്റ്, ഒരു അപ്വേർഡ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റും. അതിന് നമ്മൾ ചില ടെക്സ്റ്റിനകത്ത് എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ എന്ന് കാണാം. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൻ്റെ ഷിഫ്റ്റിംഗ് ആണ്. അതും ഒരു അപ്വേർഡ് ഷിഫ്റ്റിങ്ങും അല്ലെങ്കിൽ ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റിങ്ങും ഒരു ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിങ്ങും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഡയഗ്രത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് രണ്ട് തരത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തേത് മൂവ്മെൻറ്റ് അലോങ് ദി സെയിം ഡിമാൻഡ് കർവ്. ഈ മൂവ്മെൻറ്റ് അലോങ് ദി സെയിം ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഒരേ ഡിമാൻഡ് കർവിൽ തന്നെയുള്ള മൂവ്മെൻ്റ് ആണ്. ഒരു അപ്വേർഡ് മൂവ്മെൻറ്റും ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റുമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പ്രൈസ് ഫാക്ടറിലുണ്ടായ ചേഞ്ചാണ്. നോൺ പ്രൈസ് ഫാക്ടേഴ്സിനൊന്നും തന്നെ മാറ്റമില്ല, അതെല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. രണ്ട് തരത്തിലുള്ള മൂവ്മെൻ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് എക്സ്പാൻഷനും മറ്റൊന്ന് കൺട്രാക്ഷനും. ഇത് നമുക്ക് ഡയഗ്രാം വരച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരുന്നത്. മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിലുണ്ട്, എക്സ്പാൻഷനും കൺട്രാക്ഷനും. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം എങ്ങനെയാണ് എക്സ്പാൻഷൻ, ഏത് കേസിലാണ് എക്സ്പാൻഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈസ് ഫാക്ടറിലെ ചേഞ്ച് ആണ് ഈ മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവിന് കാരണം.
അപ്പോൾ പ്രൈസ് ഫാക്ടറിലെ ചേഞ്ച് നമുക്ക് ഇവിടെ ആദ്യം ഞാനൊരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡയഗ്രാം തന്നെയാണ്. ഈ ഡയഗ്രത്തിൽ നോക്കിക്കേ, OX ആക്സിസിൽ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നു, OY ആക്സിസിൽ പ്രൈസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നീ നോക്കിക്കേ, OP പ്രൈസിൽ OQ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്ത ഡിമാൻഡ് കർവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഡിമാൻഡ് കർവിന് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ 2 കാരണങ്ങളാണ്. എന്താണ്? പ്രൈസ് ഫാക്ടറിലെ ചേഞ്ചാണ് നമ്മൾ പറഞ്ഞു. അതായത് പ്രൈസ് കൂടാം അല്ലെങ്കിൽ പ്രൈസ് കുറയാം. അങ്ങനെ 2 കാരണങ്ങൾ കൊണ്ടാണ് ഡിമാൻഡ് കർവിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് പ്രൈസ് കുറയുന്നതായിട്ടൊന്ന് കാണിക്കാം. അപ്പം OP പ്രൈസ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ OP1 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ വില കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യും. OQ1 ക്വാണ്ടിറ്റി നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നേരത്തെ OQA ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ OQ1 ആയി. എപ്പോഴാണ് അത്? വില കുറഞ്ഞപ്പോൾ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, A എന്ന പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കോണം, ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ മൂവ്മെൻറ്റ് ഞാനിവിടെ B എന്ന് മാർക്ക് ചെയ്യുവാണ്. കണ്ടോ? അപ്പോൾ A എന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. ഈ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡിമാൻഡ് കർവിന് ചേഞ്ചസ് ഉണ്ടാവാം. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അത് പ്രൈസ് ഫാക്ടറിലെ മാറ്റം കൊണ്ടുണ്ടാവാം, അതുപോലെ നോൺ പ്രൈസ് ഫാക്ടേഴ്സിലെ മാറ്റം കൊണ്ടും ഉണ്ടാവാം. ഇവിടെ മൂവ്മെൻറ്റ് എലോങ് ദ ഡിമാൻഡ് കർവാണ് ഞാൻ കാണിക്കുന്നത്. അതായത് ഒരേ ഡിമാൻഡ് കർവിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റം. ആ മാറ്റം 2 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. പ്രൈസിലെ മാറ്റമാണ്. ഒന്ന് പ്രൈസ് കൂടാം അല്ലെങ്കിൽ പ്രൈസ് കുറയാം. ഇപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോഴുള്ള മൂവ്മെൻ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? മൂവ്മെൻറ്റ് അലോങ് ദി സെയിം ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് കർവ്. നോക്കിക്കേ, ദ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എലോങ് ദി സെയിം ഡിമാൻഡ് കർവ് ഡ്യൂ ടു എന്തുകൊണ്ടാണ്? fall in price is called expansion of demand curve. പ്രൈസ് ഫോളിംഗ് ഉണ്ടായത് കണ്ടോ? പിയിൽ നിന്ന് P1 ആയിട്ട് കുറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ഡിമാൻഡ് കർവിന് എന്തുണ്ടായത്? എക്സ്പാൻഷൻ ഉണ്ടായത്. ഇതിനെയാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കാം, അതായത് കോൺട്രാക്ഷൻ. അതെന്തായിരിക്കും? ഈ ഡയഗ്രത്തിൽ തന്നെ ഞാനങ്ങ് കാണിക്കുകയാണ്. OP പ്രൈസിൽ നിന്ന് P2 ആയിട്ട് പ്രൈസ് കൂടിയെന്ന് വിചാരിച്ചു. OP2 ആയി പ്രൈസ് ഇൻക്രീസ് ചെയ്തു. വില കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വാങ്ങുന്ന വസ്തുവിൻ്റെ അളവ് കുറയും. OQ2 ക്വാണ്ടിറ്റി മാത്രമേ നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ A എന്ന പോയിന്റിൽ നിന്ന് C എന്ന പോയിന്റിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് അപ്വേർഡ് മൂവ്മെൻറ്റ്. കണ്ടല്ലോ? ഇങ്ങനെ ഉണ്ടാവുന്ന ഈ അപ്വേർഡ് മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് ദ അപ്വേർഡ് മൂവ്മെൻറ്റ് എലോങ് ദ സെയിം ഡിമാൻഡ് കർവ് ഡ്യൂ ടു എന്തുകൊണ്ടുണ്ടാവുന്നതാ? ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ്. കണ്ടോ? പിയിൽ നിന്ന് P2യിലേക്ക് വില കൂടി. റൈസ് ഇൻ പ്രൈസ് ഈസ് കോൾഡ് കൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. മനസ്സിലായോ? അപ്പം ഞാൻ ഒരേ ഡിമാൻഡ് കർവിൽ തന്നെ രണ്ടും കാണിച്ചിരിക്കുകയാണ്. മൂവ്മെൻറ്റ് 2 ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡൗൺവേർഡ് മൂവ്മെൻറ്റും കാണിച്ചിട്ടുണ്ട്, അപ്വേർഡ് മൂവ്മെൻറ്റും കാണിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? എക്സ്പാൻഷനും കൺട്രാക്ഷനും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഫാക്ടറിലെ ചേഞ്ചസ് കൊണ്ടുണ്ടായ മൂവ്മെൻറ്റാണിത്. ഇനി ഡിമാൻഡ് കർവിൻ്റെ ഷിഫ്റ്റും 2 തരത്തിലുണ്ട്. ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡും. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവിൽ നമ്മൾ ഇവിടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൻ്റെ പ്രധാന കാരണം നോൺ പ്രൈസ് ഫാക്ടേഴ്സിലെ ചേഞ്ചസ് ആണ്. അപ്പോൾ പ്രൈസ് സെയിം ആയിട്ട് നിൽക്കുമായിരിക്കും, പ്രൈസിന് യാതൊരു മാറ്റവുമില്ല. മറ്റ് ഫാക്ടേഴ്സിൽ ഏതിനെങ്കിലും മാറ്റം വരുമ്പോഴാണ് ഡിമാൻഡ് കർവിന് ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇവിടെ ഡയഗ്രത്തിൽ OP പ്രൈസിൽ OQ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി പ്രൈസിന് മാറ്റമില്ലല്ലോ, അപ്പോൾ വില അങ്ങനെ തന്നെ നിൽക്കുന്നു. എങ്കിൽ ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ OQ ക്വാണ്ടിറ്റിയാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇനി ഞാൻ OP പ്രൈസിൽ തന്നെ ഇത്രയും ക്വാണ്ടിറ്റി, അതായത് OQ1 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു. വിലയിൽ മാറ്റമില്ല, പക്ഷേ ഞാൻ കൂടുതൽ വാങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും? ഇവിടെ ഡിമാൻഡ് കർവിനൊരു ഷിഫ്റ്റിംഗ് ഉണ്ടാവും. കണ്ടോ? DD എന്ന ഡിമാൻഡ് കർവ് D1 എന്ന ഡിമാൻഡ് കർവായി ഷിഫ്റ്റ് ചെയ്തു. എങ്ങോട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ് നോക്കിക്കേ? ഒരു റൈറ്റ് വേർഡ് ഷിഫ്റ്റിംഗ്, അല്ലെങ്കിൽ ചില ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്വേർഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയും. ചില ടെക്സ്റ്റിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയും.
മനസ്സിലായല്ലോ. അപ്പോൾ 3 പേര് പറഞ്ഞാലും സെയിം തന്നെയാണ്, പ്രൈസിന് മാറ്റമില്ല. സെയിം പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഒ പി പ്രൈസിൽ OQ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു, ഡിമാൻഡ് കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഡിമാൻഡ് കർവ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാമല്ലോ അല്ലേ. ഇതാണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റിംഗ്, അതുമല്ലെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ്. മോർ ക്വാണ്ടിറ്റി ഈസ് ഡിമാൻഡഡ് അറ്റ് ദ സെയിം പ്രൈസ് ഈസ് കോൾഡ് increase in demand. ഇവിടെ DD is the initial demand curve at OP price and OQ quantity, and as a result of favorable changes in non-price factors, the DD demand curve shift to the right and becomes a new demand curve D1 at OP price and OQ1 quantity. And this rightward shift of demand curve DD to D1 is called ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഇവിടെ സെയിം ഡിമാൻഡ് കർവ് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. OP പ്രൈസിൽ OQ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു. ഇനിയും സെയിം പ്രൈസിൽ കുറച്ച് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, OQ നമ്മൾ വാങ്ങുന്നില്ല, OQ1 ഞാനിവിടെ ലെസ് ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെ ലെസ് ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നതെങ്കിൽ നോക്കിക്കേ, ഡിമാൻഡ് കർവ് എന്ത് ചെയ്യും, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതിനെ നമുക്ക് D2 എന്ന് പറയാം. കണ്ടോ, ഒരു ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിംഗ്. ഈ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിംഗ് ആണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അതായത് സെയിം പ്രൈസിൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമ്മളിവിടെ ഡിമാൻഡ് ചെയ്യുന്നു. ഇവിടെ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ് കാണിച്ചിരിക്കുന്നത്. OP പ്രൈസിൽ OQ1 ക്വാണ്ടിറ്റി ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പർച്ചേസ് ചെയ്ത അത്രയും നമ്മളിപ്പം വാങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. D2 ആയി ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. DD is the initial demand curve at OP price and OQ quantity. ഇനി നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ ചേഞ്ചസ് വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഡിമാൻഡ് കർവ് DD ഷിഫ്റ്റ് ടു ദി ലെഫ്റ്റ് ആൻഡ് ദർ ഈസ് എ ന്യൂ ഡിമാൻഡ് കർവ് D2 at OP price and OQ1 quantity. അപ്പോൾ ഡിമാൻഡ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി ചെറിയ ഒരു പോർഷൻ കൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.